ക്രിക്കറ്റിൽ ഒരുപാട് കാലങ്ങളായി കേൾക്കുന്ന പേരാണ് ചൈന മാൻ ബോളർ. എന്നാൽ ഇത്തരം ബോളർമാരുടെ പ്രത്യേകത എന്തെന്നും ഈ പേരിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നും പലർക്കും അറിയില്ല. ഇതേ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ക്രിക്കറ്റിൽ 2 തരത്തിലുള്ള സ്പിന്നർമാരാണ് ഉള്ളത്. ഇതിൽ ഇടംകയ്യൻ ലെഗ് സ്പിന്നർമാരെയോ ഇടംകയ്യൻ കൈക്കുഴ സ്പിന്നർമാരെയോ ആണ് ചൈന മാൻ ബോളർമാർ എന്ന് വിളിക്കാറുള്ളത്. ഇവരുടെ പന്തുകൾ വലംകയ്യൻ ബാറ്റർമാർക്ക് എല്ലായ്പ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്നു. വലംകയ്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പന്തുകൾ ഓഫ് സൈഡിൽ പിച്ച് ചെയ്ത ശേഷം അവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത്തരം ചൈന മാൻ ബോളർമാർ എറിയുന്ന ഗൂഗ്ലികൾ വലംകയ്യൻ ബാറ്റർമാരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ആംഗിൾ അനുസരിച്ച് സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്ന സ്ലൈഡർ പന്തുകൾ എറിയാനും ചൈന മാൻ ബോളർമാർക്ക് സാധിക്കും. ചൈന മാൻ എന്ന ഈ പേര് എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് നോക്കാം. 1933 ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഇതിനടിസ്ഥാനമായ സംഭവം ഉണ്ടായത്. വിൻഡീസിനായി ബോൾ ചെയ്തിരുന്നത് എലിസ് അഷോങ് എന്ന ബോളറായിരുന്നു. ചൈനയിൽ ജനനം കൊണ്ട എലിസ് ഒരു സ്ലോ ഇടംകൈ ബോളറായിരുന്നു. ഇംഗ്ലീഷ് വലംകൈ ബാറ്ററായ വാൾട്ടർ റോബിൻസിനെ ഞെട്ടിക്കാൻ ഈ ബോളർക്ക് സാധിച്ചു. ഓഫ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് വന്ന പന്ത് റോബിൻസിനെ മറികടന്ന് കീപ്പറുടെ കൈകളിലെത്തുകയും ഒരു സ്റ്റംപിങ്ങിലൂടെ താരം പുറത്താവുകയും ചെയ്തു. ഇതിനുശേഷം പവലിയനിലേക്ക് പോകുന്ന സമയത്ത് അമ്പയറോട് റോബിൻസ് ഇങ്ങനെയാണ് പറഞ്ഞത്: "ഫാൻസി ബീങ് ഡൺ ബൈ എ ബ്ലഡി ചൈന മാൻ." റോബിൻസിന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ചൈന മാൻ എന്ന പദം ക്രിക്കറ്റിൽ സജീവമായത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും പ്രശസ്തരായ ചൈന മാൻ ബോളർമാർ ഓസ്ട്രേലിയൻ താരം ബ്രാഡ് ഹോഗ്, ഇന്ത്യൻ താരം കുൽദീപ് യാദവ്, ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ പോൾ ആഡംസ്, ഷംസി, ലക്ഷ്മൺ സന്തക്കൻ, മൈക്കിൾ ബെവൻ, നൂർ അഹമ്മദ്, മലയാളി താരം വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ്.